നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാപ്പ തടവുകാരനായി ജയിലിൽ കഴിയുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൗൺസിലർ ആർ സുഗതന്റെ സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് നിർണായകമായ നിലപാട് സ്വീകരിച്ച് സംസ്ഥാന സർക്കാർ. സത്യപ്രതിജ്ഞ ജയിലിൽ നടത്താമെന്നാണ് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. കാപ്പ തടവിൽ നിന്ന് ഇടക്കാല മോചനം നൽകരുതെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കും. വിയൂർ ജയിലിൽ സത്യപ്രതിജ്ഞയ്ക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കാമെന്നും ചട്ടപ്രകാരം സത്യപ്രതിജ്ഞ തടസ്സമില്ലെന്നും സർക്കാർ കോടതിയെ അറിയിക്കും. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സർക്കാരിനോട് നിലപാട് അറിയിക്കാൻ വ്യക്തമാക്കിയിരുന്നു. ഈ സത്യപ്രതിജ്ഞ മുടങ്ങാതിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാവോ, അതിനുള്ള ഒരു സാഹചര്യമുണ്ടോ എന്നായിരുന്നു ഹൈക്കോടതി സർക്കാരിനോട് നിലപാട് ചോദിച്ചത്. എന്തായാലും നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ്. സുഗതന് ജയിലിൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാമെന്ന നിലപാട് അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അത് ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ സത്യപ്രതിജ്ഞ സുഗതൻ ജയിലിൽ വെച്ച് തന്നെ നടത്തും. നമുക്കറിയാം ഏതൊരു സാഹചര്യത്തിലാണ് ഈ സത്യപ്രതിജ്ഞ ഒരുങ്ങുന്നതെന്ന്. അതായത് ദൈവങ്ങളുടെ നാമത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 20ഓളം BJP കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. ഇവരെല്ലാം തിരുത്തി ചെയ്യണം, അത് അസാധുവാക്കി ഹൈക്കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് 19ഓളം കൗൺസിലർമാർ തിരുത്തി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തത്. സത്യപ്രതിജ്ഞ ചെയ്യാതിരുന്നാൽ ആ വ്യക്തി അസാധുവാകും. അതിൽ ഒരാൾ മാത്രമാണ് അവശേഷിക്കുന്നത്. സുഗതൻ മാത്രമാണ് ഇനി സത്യപ്രതിജ്ഞ ചെയ്യാനുള്ളത്. അപ്പോൾ സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്തില്ല എങ്കിൽ, കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന സമയത്തിനുള്ളിൽ ചെയ്തിട്ടില്ല എങ്കിൽ അയോഗ്യനാകാനുള്ള സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിലാണ് ജാമ്യം തേടി സുഗതൻ കോടതിയെ സമീപിച്ചത്. പക്ഷേ ജാമ്യാപേക്ഷ തള്ളുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ സത്യപ്രതിജ്ഞയ്ക്ക് അവസരം ഒരുക്കാമെന്ന് ഹൈക്കോടതി നിലപാട് സ്വീകരിച്ചിരിക്കുന്നു. എന്തായാലും സുഗതനെ സംബന്ധിച്ച് ആശ്വാസകരവും, മറിച്ച് എതിർപക്ഷത്തെ സംബന്ധിച്ച് അതായത് LDF-നും UDF-നും വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഈ ഒരു നിലപാട്. വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യാൻ കാപ്പ തടവിൽ നിന്ന് താൽക്കാലികമായി മോചിപ്പിക്കണമെന്ന സുഗതന്റെ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു കോടതി സർക്കാരിനോട് നിലപാട് ചോദിച്ചത്. ഇക്കാര്യത്തിൽ തിങ്കളാഴ്ച മറുപടി നൽകാമെന്നായിരുന്നു സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. എന്തായാലും സുഗതൻ അത്തരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കാമെന്നാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. കാപ്പ തടവിൽ നിന്നും സുഗതനെ മോചിപ്പിക്കാൻ നിയമപരമായി കഴിയില്ലെന്ന് സർക്കാർ കോടതിയെ വ്യക്തമാക്കുകയുണ്ടായി. ചട്ടവിരുദ്ധമായി പല ദൈവങ്ങളുടെ പേരിൽ പ്രതിജ്ഞ ചെയ്തതിന് ഹൈക്കോടതി സത്യപ്രതിജ്ഞ അസാധുവാക്കിയവരിൽ ഒരാളാണ് വാർഡ് 20-ലെ കൗൺസിലറായ സുഗതൻ. നേരത്തെ നെടുമങ്ങാട് കോടതി 2 കേസുകളിൽ സുഗതൻ ഇടക്കാല ജാമ്യം നൽകിയിരുന്നു. എന്നാൽ കാപ്പ കേസിൽ നിന്ന് ജയിൽ മോചിതനായാൽ മാത്രമേ ഇടക്കാല ജാമ്യം ബാധകമാകൂ എന്ന് കോടതി വ്യക്തമാക്കിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് ജയിൽ മോചനം തേടി ഹൈക്കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ ജൂൺ 9 മുതൽ കാപ്പ ചുമത്തി നാടുകടത്തപ്പെട്ട സുഗതൻ നിലവിൽ വിയൂർ സെൻട്രൽ ജയിലിലാണ്. എന്തായാലും വിയൂർ സെൻട്രൽ ജയിലിൽ തന്നെ സുഗതൻ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള, അതായത് അസാധാരണമായ ഒരു നടപടിയിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. സുഗതന് സത്യപ്രതിജ്ഞ ചടങ്ങിന് എത്താൻ ഹൈക്കോടതിയുടെ അനുമതി നൽകിയാൽ മാത്രമേ കഴിയുകയുള്ളായിരുന്നു. ഇതിനായി ഹൈക്കോടതിയിൽ അപേക്ഷ സമർപ്പിച്ച് ഇരിക്കവെയാണ് ഇത്തരത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് വളരെ ആശ്വാസകരമായ തീരുമാനം. സത്യപ്രതിജ്ഞ മുടക്കേണ്ടി വരില്ല അല്ലെങ്കിൽ മുടങ്ങില്ല എന്ന തരത്തിലുള്ള ഒരു തീരുമാനം ഹൈക്കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും സർക്കാർ ഹൈക്കോടതിയിൽ ഇക്കാര്യം വ്യക്തമാക്കുമ്പോൾ ഹൈക്കോടതി തുടർ നടപടികൾ എന്തൊക്കെയാണ് സ്വീകരിക്കുന്നതെന്നതും ഒരു ചോദ്യമാണ്. ജയിലിൽ അതിനുള്ള സൗകര്യങ്ങൾ ഇന്ന് തന്നെ ഉണ്ടാകുമോ, സത്യപ്രതിജ്ഞ ഇന്ന് തന്നെ ഉണ്ടാകുമോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ്. പ്രത്യേകിച്ച് കാപ്പ കേസിലെ പ്രതിയാണ് കൗൺസിലറായ സുഗതൻ. സുഗതൻ ഈ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന ആവശ്യം പ്രത്യേകിച്ച് പ്രതിപക്ഷമായ LDF UDF-ഉം ആരോപിക്കുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, കോർപ്പറേഷന് മുന്നിൽ വലിയ രീതിയിലുള്ള സമരം വരെ LDF ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ ആ സമരപ്പന്തലിലേക്ക് ഒരു ഇടിത്തിയായിട്ടാണ് ഹൈക്കോടതിയുടെ ഈ ഒരു തീരുമാനം, സർക്കാരിന്റെയും ഹൈക്കോടതിയും കൂടി ഒന്നിച്ചെടുക്കുന്ന തീരുമാനം വന്നു പതിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സുഗതൻ രാജിവെക്കണം, കാപ്പ കേസ് പ്രതിയാണ്, അതുകൊണ്ട് തന്നെ സുഗതൻ രാജിവെക്കണമെന്ന ആവശ്യവുമായി കഴിഞ്ഞ ദിവസങ്ങളൊക്കെ LDF വലിയ രീതിയിലുള്ള സമരം നടത്തിയിരുന്നു. ആ സമരത്തിന്റെ ദൃശ്യങ്ങളിലേക്കും അന്ന് നേതാക്കൾ പറഞ്ഞ കാര്യങ്ങളിലേക്ക് നമ്മൾ ഒരിക്കൽ കൂടി പോവുകയാണ്. പ്രതികരണത്തിലേക്ക് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ആവർത്തിക്കപ്പെടാൻ വേണ്ടി പോകുന്നില്ല. നിരവധി ആൾക്കാർ ഇവിടെ സംസാരിക്കുന്നുണ്ട്. തിരുവനന്തപുരം നഗരസഭയുടെ ചരിത്രത്തിൽ ഈ നിലയിലുള്ള ഒരു ഗുണ്ടാത്തലവനും കാപ്പ കേസിലെ പ്രതിയും കോർപ്പറേഷൻ കൗൺസിലറായി ഇരുന്നില്ല എന്നുള്ളത് ഒരു സത്യമാണ്. വാഴോട്ടണ ജനങ്ങൾക്ക് പറ്റിയ ഒരു അബദ്ധമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, കോർപ്പറേഷന്റെ കൗൺസിൽ യോഗത്തിൽ ഒരു കാരണവശാലും ഈ ഗുണ്ടാത്തലവനെ പങ്കെടുപ്പിച്ചുകൊണ്ടും കാപ്പ കേസിലെ പ്രതിയെ പങ്കെടുപ്പിച്ചുകൊണ്ടും കൗൺസിൽ യോഗം കൂടുന്നതിന് വേണ്ടിയുള്ള തീരുമാനം മേയർ എടുക്കണമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഞാനിവിടെ അഭ്യർത്ഥിക്കുന്നു. ഞങ്ങൾ അധികാരമേറ്റെടുത്തപ്പോൾ പാരീസ് ആക്കുമെന്നും
ലോകത്തിലെ ഏറ്റവും വലിയ നഗരങ്ങളെ വെല്ലുവിളിക്കുന്ന നഗരമായി തിരുവനന്തപുരത്തെ മാറ്റുമെന്നൊക്കെ പറഞ്ഞല്ലോ. മൂക്ക് പൊത്തി നഗരത്തിൽ ഇറങ്ങുന്നതിന് വേണ്ടി കഴിയാത്ത സാഹചര്യമാണ് ഇന്നിപ്പോ നിലനിൽക്കുന്നതെന്നുള്ള കാര്യം ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടി ഇവിടെ നടന്നിട്ടില്ല. കുടിവെള്ളം കിട്ടുന്നില്ല. ഒരു മഴ പെയ്താൽ തമ്മാനൂരും കിഴക്കേക്കോട്ടയും വെള്ളത്തിനടിയിലാവുകയാണ്. അങ്ങനെ മുൻകാലങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം കൈവരിച്ച മുഴുവൻ നേട്ടങ്ങളും ഈ ചെറിയ കാലയളവിൽക്കുള്ളിൽ നശിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ഈ സംസ്ഥാനത്തെ പോലീസിനോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ അടക്കമുള്ള അവരുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ അടക്കമുള്ള ഓഫീസുകൾ നിങ്ങൾ പോലീസ് പരിശോധിക്കണം. ഞങ്ങൾ ന്യായമായി സംശയിക്കുകയാണ്, ഈ സുഗതന്റെയൊക്കെ നേതൃത്വത്തിൽ മാരകായുധങ്ങൾ കോർപ്പറേഷൻ ഓഫീസിൽ ഒളിച്ചു വച്ചിരിക്കുകയാണെന്ന് ഞങ്ങൾ ന്യായമായി തന്നെ സംശയിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ അത് പരിശോധിക്കണമെന്നുള്ള കാര്യം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇവിടെ നടക്കുന്ന റീൽസ് ഭരണമാണ്. രാവിലെ മേയറും ഡെപ്യൂട്ടി മേയറും കൂടെ വരും, ഏതെങ്കിലും ഒരു സ്പോട്ടിൽ ചെല്ലും, ഒരു ഫോട്ടോ എടുക്കും, അത് റീൽസായി പ്രസിദ്ധീകരിക്കുന്ന ഭരണമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളിതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഏതാനും ചെറിയ വോട്ടുകൾക്കാണ് ഭരണം നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നടക്കാത്ത മുഴുവൻ കാര്യങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തലയിൽ കെട്ടിവെക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. അത് അനുവദിക്കുന്ന പ്രശ്നമേ ഇല്ല. ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇത്തരം കാര്യങ്ങൾക്കെതിരെ ശക്തമായ സമരപോരാട്ടങ്ങൾ നിങ്ങൾ നടത്തുമെന്ന് മുൻനിരക്ക് നൽകുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി മുൻ ധനകാര്യ വകുപ്പ് മന്ത്രിയും അതേപോലെ തന്നെ CPIMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും MLAയുമായിട്ടുള്ള ബാലഗോപാലിനെ ക്ഷണിക്കുകയാണ്. സഹാക്കളെ, സുഹൃത്തുക്കളെ, സഹോദര സഹോദരന്മാർ, കേരളത്തിലാകെ ചർച്ചയായിട്ടുള്ള ഒരു വലിയ വിഷയമാണ് കാപ്പ കേസിൽ പ്രതിയായ ഒരു കൗൺസിലർ വീണ്ടും എല്ലാ സംരക്ഷണത്തോടും കൂടി തുടരാൻ, കോടതിക്കകത്താണ് ജയിലിനകത്താണെങ്കിലും എല്ലാ സംരക്ഷണത്തോടും കൂടി തുടരാൻ ശ്രമിക്കുന്ന വാർത്ത. ഇവിടെ നേരത്തെ മങ്കോട്ട് രാധാകൃഷ്ണനും സവീശുകുട്ടിയും പറഞ്ഞതുപോലെ ഇങ്ങനെ ക്രിമിനൽ സ്വഭാവമുള്ള ഒരാളെ തിരുവനന്തപുരം നഗരസഭയുടെ കൗൺസിലറായി നിന്ന അനുഭവമില്ല. കേസുകളൊക്കെ ധാരാളം ഉണ്ടാവും, രാഷ്ട്രീയ കേസ്. ഇവിടുത്തെ കേസുകൾ രാഷ്ട്രീയ കേസല്ല ഈ സുഗതന്റെ പേരിലെന്നുള്ളതാണ്. BJP പറയാൻ ശ്രമിച്ചത് രാഷ്ട്രീയ കേസുകളാണ് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. റിയൽ എസ്റ്റേറ്റും മറ്റു കാര്യങ്ങളും അടക്കമുള്ള പല കേസും കൊലപാതക ശ്രമം അടക്കമുള്ള കേസുകളൊക്കെ ഉണ്ടെന്നുള്ള വാർത്തകൾ വന്നതാണ്. ആ വാർത്തകൾ വന്ന് അങ്ങനെയുള്ള കേസിനകത്തെ പ്രതിയെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ BJP നേതൃത്വം തയ്യാറാവുന്നത് BJPയുടെ രാഷ്ട്രീയ ലൈൻ അതാണ് എന്നുള്ളത് കൊണ്ടാണ്. കേരളത്തെ ഉത്തരേന്ത്യയെ പോലെ ആക്കുക എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നത്. ഉത്തരേന്ത്യയിലെ അവരുടെ MPമാരും മന്ത്രിമാരും എങ്ങനെയാണ് എന്ന് നിങ്ങൾ ആലോചിച്ചാൽ മതി. നാട്ടിലെ ജനങ്ങളുടെ അതിശക്തമായ പ്രതിഷേധം ഉണ്ടായിട്ടും അവിടെ വലിയ ക്രിമിനൽ കേസിൽ പ്രതിയായ ആളുകളെ, ബലാത്സംഗ കേസ്, സ്ത്രീപീഡന കേസ്, അതിനെപ്പറ്റി പരാതി കൊടുത്ത ആളെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസ്, ഇതെല്ലാം ഉണ്ടായ ആളുകൾ മന്ത്രിമാരായി തുടർന്നതും MPമാരായി തുടർന്നതും നമ്മൾ വായിച്ചതാണ്. ബോക്സിംഗ് താരങ്ങള് പ്രതിഷേധിച്ച കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുന്നുണ്ടല്ലോ. അവരെ പീഡിപ്പിക്കാൻ എല്ലാ തരത്തിലും ശ്രമിച്ച ആളുകളെ കേന്ദ്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിൽ വെച്ചത് നമ്മൾ വായിച്ചതാണ്. ഇത്തരം സംഭവങ്ങളൊക്കെ വഴി ഭീഷണിപ്പെടുത്തി ഓരോ പ്രദേശത്തെയും രാഷ്ട്രീയത്തെ തങ്ങളുടെ അനുകൂലമാക്കി മാറ്റുന്ന ആ ഉത്തരേന്ത്യൻ രാഷ്ട്രീയം കേരളത്തിൽ നടപ്പിലാക്കാനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ മുതൽ ഇവർ ശ്രമിക്കുന്നെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് വളരെ ശക്തമായി കേരളത്തിലെ ജനങ്ങൾ പറയും. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രതിഷേധം.